ഇതൊരു യുണീക്ക് മോഡലായിരിക്കും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുക. വരുന്ന വെള്ളി ശനി ദിവസങ്ങളിലായിട്ട് എൻവയറമെൻ്റൽ എൻജിനീയേഴ്സും അതിൻ്റെ മേഖലയിലുള്ള എൻജിനീയറിംഗ് ടീമും അതുപോലെ ഹൈഡ്രോ ജിയോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള ടീം, അതിൻ്റെ നീരൊഴുക്ക്, മണ്ണിൻ്റെ ഘടന ഉൾപ്പെടെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടീം എത്തുന്നുണ്ട്. ഇന്ന് ലേഔട്ട് ഡിസൈനിങ് ഉള്ള എൻജിനീയറിംഗ് ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് 2 സ്ഥലങ്ങൾ കൂടെ എടുക്കാനുള്ള നടപടിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും നന്നായി മുന്നോട്ട് പോകുന്നു. വളരെ ആശ്വാസത എനിക്കിപ്പോൾ സത്യത്തിൽ ഇവിടെ ഈ റീഹാബിലിറ്റേഷൻ നടക്കുന്ന ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, അന്നത്തെ നമ്മുടെ ദുരന്തം നടന്ന സമയത്ത് ദുരന്തബാധിതരായ ആളുകളുടെ ആശുപത്രികളിലെ, അതുപോലെ മോർച്ചറിക്ക് സമീപം നിൽക്കുന്ന, അതുപോലെ നമ്മുടെ റിലീഫ് ക്യാമ്പിൽ നിൽക്കുന്ന ആളുകളുടെ മുഖഭാവമാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത്. അവരെ ഏതൊക്കെ തരത്തിൽ അവരുടെ വീടുകൾ സന്ദർശിച്ച സമയമുണ്ട്, അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്, അതൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അഭിമാനത്തോടു കൂടി തല ഉയർത്തി സുരക്ഷിതമായി മുന്നോട്ട് പോകാനുള്ള ഇടമൊരുക്കുക എന്ന ഉത്തരവാദിത്തം ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് പൂർണ്ണതയിൽ എത്തും. അത് സാങ്കേതിക ശാസ്ത്രീയ അവലംബത്തോടു കൂടി യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പൂർത്തീകരിക്കാനുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.